മഹത്തായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും പത്രപ്രവർത്തന രംഗത്തേക്ക് കാലെടുത്ത് വെച്ച വ്യക്തിയാണ് ശ്രീ അമ്പലപ്പള്ളി മാമുക്കോയ. ഒരു മികച്ച ട്രേഡ് യൂണിയൻ, മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ, ഒട്ടേറെ സാധ്യതകളുള്ള ഒരു മേഖല മാറ്റി നിർത്തി പത്രപ്രവർത്തനത്തെ ഇഷ്ടപ്പെട്ട, പത്രപ്രവർത്തനത്തെ സ്വീകരിച്ച ശ്രീ അമ്പലപ്പള്ളി മാമുക്കോയയാണ് ഫോർത്ത് എസ്റ്റേറ്റിലെ ഇന്നത്തെ നമ്മുടെ അതിഥി. ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടോളം പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. ഒരു മികച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ളതിൽ നിന്നാണ് പത്രപ്രവർത്തന രംഗത്തേക്ക് വരുന്നത്. വിദ്യാർത്ഥി കാലഘട്ടം മുതൽക്കുള്ള ഒരു പൊതുപ്രവർത്തനത്തിൽ നിന്നാണ്. നമ്മുടെ ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം, ഒട്ടേറെ കേന്ദ്രമന്ത്രിമാരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും വിദ്യാഭ്യാസ കാലഘട്ടം, ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് വന്നതുകൊണ്ട് ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നഷ്ടം സംഭവിച്ചതായിട്ട് തോന്നുന്നു? ഒരു നഷ്ടമൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്നാൽ ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. 70 തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അതിൽ ചുരുങ്ങിയ വോട്ട് തോൽക്കുകയും ചെയ്തു. അതോടുകൂടി പിന്നെ ആ മോഹം ഏതായാലും വേണ്ടെന്ന് വെച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് അങ്ങനെ ഒരു ഇത് വേണ്ട എന്നുള്ള തോന്നൽ. അപ്പോഴാണ് ഇങ്ങനെ ചെറിയ തോതിലൊക്കെ മാതൃഭൂമിയിലെയും മറ്റേ ഈ ആശയഭിപ്രായത്തിലൊക്കെ എഴുതും, ചിലരൊക്കെ വരും ഒക്കെ ചെയ്യും. വീടിൻ്റെ അടുത്ത് തന്നെ മാതൃഭൂമിയിൽ അങ്ങനെ ആ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അല്ലമീനിലെ മൊയ്തു മൊയ്ലിയുടെ മകൻ പി റഷീദ്, സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെയാണ്. അദ്ദേഹം ചോദിച്ചു, പ്രാദേശികമായിട്ടുള്ള ഈ വാർത്തകൾ മറ്റേ മാതൃഭൂമിയുടെ പരിസരത്തും മറ്റുള്ള മറ്റേ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അയക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. അതിനകത്തൊരു 6 മാസത്തോളം അത് ചെയ്തപ്പം അവർ ചോദിച്ചു, അവിടേക്ക് വരാൻ പറ്റുമോ, റിപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ആദ്യമായിട്ട് ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് കയറുന്നത് 68-ൽ. അപ്പോൾ തുടക്കം പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഈ മൊയ്തു മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള അല്ലമീൻ പത്രത്തിൽ, അന്ന് മലബാറിൻ്റെ ഒരു പ്രധാന ഒരു പത്രമായിരുന്നു ഈവനിങ് ഡെയിലി ആയിരുന്നു. എങ്ങനെയായിരുന്നു അല്ലമീൻ്റെ അന്ന് മൊയ്തു മൗലവി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പത്രസ്ഥാപനത്തിൽ വന്നത്? മൊയ്തു മൗലവി എല്ലാ രാവിലെയും ഒരു 9 മണിക്ക് ഓഫീസിലെത്തും. അദ്ദേഹം ചെറിയൊരു സീറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രത്യേക സീറ്റിലൊന്നും വന്നിരിക്കും. അങ്ങനെ അദ്ദേഹം നല്ല ഉറുദു പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. ഈ ഡൽഹിയിൽ നിന്ന് UP നിന്നൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഉറുദു പ്രസിദ്ധീകരണങ്ങളിലെ നല്ല വാർത്തകളും ലേഖനങ്ങളൊക്കെ വിവർത്തനം ചെയ്യുന്നു. അത് ഡിറ്റക്റ്റ് എന്നെയാണ് ഉണ്ടാവുക. ഞാനാണ് അത് മൊഴിമാറ്റത്തിൽ പറയുമ്പോൾ ഞാനാണ് എഴുതുക. അങ്ങനെ നല്ലൊരു മറ്റേ ലേഖനങ്ങൾ എഴുതിയാൽ വലിയ എഡിറ്റിങ്ങിനും ഒന്നും ആവശ്യമില്ല. ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തരിക. ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷമാണ്. കാരണം ഒരു മകനെ കുടുംബ ബന്ധമുള്ളത് കൊണ്ട് ഒരു മകനെ പോലെ തന്നെയാണ് അദ്ദേഹം എന്നോടൊക്കെ പെരുമാറിയത്. ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു പത്രത്തിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ആവാം. കമ്പോസിങ് മുതൽ എഡിറ്റോറിയൽ എല്ലാം, മാനേജ്മെൻറ്റ് ഒക്കെ എല്ലാം നമ്മൾ തന്നെയാണ്. കാരണം ഇവർ മറ്റേ മൊയ്തു മൗലവിയും അദ്ദേഹത്തിൻ്റെ മകൻ റഷീദും സുബൈറും ഇവർ വീക്കെൻഡിൽ പോകും. പിന്നെ വരുമ്പം ശനിയാഴ്ച പോയി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ബുധനാഴ്ച വരുള്ളൂ. അപ്പം മുഴുവൻ ചുമതലയും നമ്മളെ ഏൽപ്പിക്കുന്നത്. പറഞ്ഞിട്ട് സുധാകരനും ഉണ്ടായിരുന്നു, നമ്മളെ മരിച്ചുപോയ സുധാകരനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചുമതല ഏൽപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഈ പത്രം ഇറക്കാൻ ബാധ്യസ്ഥരാകും. കടലാസിനും അതൊക്കെ അവരൊക്കെ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും, ഒക്കെ ചെയ്യും. അങ്ങനെ ആയി എഡിറ്റോറിയൽ വരെ എഴുതാനുള്ള അവസരം ആ പത്രം കൊണ്ട് ഉണ്ടായി. അപ്പോൾ പത്രപ്രവർത്തനത്തിൻ്റെ ഒരു സമഗ്രമായതാണ്. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. കാരണം അത് പ്രഗത്ഭരായ പല ആളുകൾ, ശൂലവാണി വായർ,
വി പ്രഭാകരൻ, അങ്ങനെ പല ആളുകളും, സുധാകരൻ, ഇങ്ങനെ പല ആളുകളും ആ പത്രത്തിലൂടെ മറ്റു പത്രങ്ങളിൽ പോയ ആളുകളാണ്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ചുമ്മാരൻ അവിടെ വരും. അങ്ങനെ ഈ ഒരു നല്ലൊരു ബന്ധങ്ങൾ ആ പത്രസ്ഥാപനമായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞാൽ. പിന്നെ ഈ പല നേതാക്കന്മാരും ടി.ഒ. ബാബാസാഹിബിനൊക്കെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് KPCC പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ കാണുന്നത് ഈ പത്ര ഓഫീസിൽ വന്ന. കാരണം മൊയ്തു മൊയ്ലിയെ തിരഞ്ഞ് അധികം പത്ര ഓഫീസിൽ വരുമ്പോൾ അങ്ങനെ ഒരു KPCC പ്രസിഡന്റ് ആദ്യം നേരിട്ട് കാണുന്നത്, ചെറുപ്പത്തിൽ തന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ. കാരണം ഫാദർ പഴയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഫാദർ അറിയാം. എന്നാൽ അങ്ങനെയുള്ള നല്ലൊരു ഒരു നമുക്ക് സ്വതന്ത്രമായി എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു പത്രമായിട്ട് കിട്ടി. അതാണ് ആ പത്രപ്രവർത്തനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇത്. ഈ ഒരു സായാഹ്ന പത്രം എന്നുള്ള നിലയിൽ അല്ലമീൻ മാത്രമായിരുന്നോ ഈ മലബാറിൽ? അല്ലെങ്കിൽ പ്രദീപ് ഉണ്ടായിരുന്നു, ദിനവാർത്ത, ഇങ്ങനെ 3 പത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പുരുഷോത്തമൻ്റെ ദിനവാർത്ത ഉണ്ടായിരുന്നു, പ്രദീപ് ഉണ്ടായിരുന്നു, ഈ മറ്റേ അല്ലമീൻ, ഈ 3 വാർത്തകൾ. അതിൽ ഈ മറ്റേ തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ, മലപ്പുറം ഈ ഭാഗങ്ങളൊക്കെ പോകുന്ന മറ്റേ അല്ലമീനാണ്. കാരണം ആ പഴയ കോൺഗ്രസ്സുകാരുടെ ഇടയിലും പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇടയിലും ഒക്കെ ഉള്ള ഒരു ഇതിൽ അങ്ങനെ ഒരു കോൺഗ്രസ് അനുകൂല പത്രം എന്ന നിലക്കാണ് ഇത് അങ്ങോട്ട് പോകുന്നത്. ഈ മറ്റുള്ള പത്രങ്ങളൊക്കെ ടൗണിലാണ് സർക്കുലേഷൻ ഉണ്ടെങ്കിലും ഇത് ഈ മറ്റേ ഉൾപ്രദേശങ്ങളാണ്, മറ്റേ മലപ്പുറം മുതൽ ഡിസ്ട്രിക്ട് വരെ. വയനാട് മാനന്തവാടി വരെ പോയിക്കൊണ്ടിരുന്നൊരു പത്രമായിരുന്നു. മൊയ്തു മൗലവിയുടെ എഡിറ്റോറിയലൊക്കെ അതിൽ വരാറുണ്ട്. വരാറുണ്ട്. മൊയ്തു മൗലവിയുടെ മിക്ക എഡിറ്റോറിയൽ രാഷ്ട്രീയ എഡിറ്റോറിയൽ മുഴുവൻ എഴുതാറ് ഈ വി സുബൈറാണ്. പിന്നെ മറ്റുള്ള ഇത് മതപരമായിട്ടുള്ള മറ്റുള്ള സാമൂഹികപരമായിട്ടുള്ള എഡിറ്റോറിയൽ എഴുതാറ് മൊയ്തു മൗലവിയാണ്. പിന്നെ വി സുബൈറും. ഇവരൊക്കെ നല്ല കഴിവുള്ള ആളുകളായിരുന്നു. പിന്നെ അടിയന്തരാവസ്ഥയുടെ നാളുകൾ 76 അല്ലമീൻ വിടുകയും കേരളത്തിൽ ജോലിയിൽ പാർട്ട് ടൈമായി ജോലിയിൽ പ്രവേശിക്കും. അല്ലമീൻ വിടാനുള്ള ഒരു സാഹചര്യം? അല്ലമീൻ വിടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് 2ആയി പിളർന്നു. സംഘടനാ കോൺഗ്രസും ഇന്ദിരാ കോൺഗ്രസുമായിട്ട്. ആ 69 കോൺഗ്രസ് പിളർന്നപ്പോൾ എല്ലാം നമ്മളെ ഏൽപ്പിച്ചിട്ടാണല്ലോ ഒരു മറ്റേ സുബൈറും മറ്റേ മൊയ്തു മൗലവിയും ഒക്കെ പോകുന്നത്. അപ്പം 3 ദിവസമായിട്ട് ഇവരൊന്നും വന്നില്ല. അന്ന് ഈ ട്രങ്ക് ചെയ്ത് വീട്ടിലേക്ക് വിളിക്കണം, മറ്റുള്ള ഫോൺ തന്നില്ല. അപ്പം അവരെ ഫോൺ കിട്ടിയില്ല. അപ്പോൾ ഒരു എഡിറ്റോറിയൽ എഴുതാൻ ഞാനും കൊടമന എന്ന് പറഞ്ഞുണ്ട് അവരുടെ. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ട് എഡിറ്റോറിയൽ എഴുതി. പ്രീവിപ്പേഴ്സ് ഇതാക്കിയാലും ഇന്ദിരാഗാന്ധിനെ കോൺഗ്രസ് പുറത്താക്കിയത് ശരിയായില്ല എന്നുള്ള നിലയിലുള്ള ഒരു എഡിറ്റോറിയൽ എഴുതി. അത് പിറ്റേ ദിവസം ഇവരോട് ആരോ വിളിച്ച് പറഞ്ഞു, അവർ വന്നു. അപ്പം ഇവരൊക്കെ സംഘടനാ കോൺഗ്രസിൻ്റെ ആളുകളായിരുന്നു, അനുഭവമുള്ള ആളുകളായിരുന്നു. എൻ്റെ ഫാദർ ഉൾപ്പെടെ സംഘടനാ കോൺഗ്രസിൻ്റെ ആളുകളായിരുന്നു. അപ്പോൾ അത് വലിയ ഷോക്കായി. അങ്ങനെ മൊയ്തു മൗലവി അവിടുന്ന് ഒരു കത്ത് എഴുതി അയച്ചു. ഇളമാൻ കടവറയില്ലെന്നാണ്. കാരണം ഈ കടവിൻ്റെ ഇത് എത്ര ആടേണ്ടതെന്നൊന്നും അറിയില്ലോ, നിങ്ങൾ ചെറിയ കുട്ടികളാണ്, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് അന്വേഷിച്ചില്ല എന്നുള്ള ഒരു ഇത് അത് വല്ലാതെ ഫീൽ ചെയ്തു. അതോടുകൂടി അല്ലമീന്ന് പോകാതായി. പിന്നെ അത് കഴിഞ്ഞ് അപ്പം കേരള കൗമുദിയിൽ പാർട്ടി കറസ്പോണ്ടായിട്ട് കിട്ടി. ദാമോദരനാണ് അന്ന് മറ്റേ മരിച്ചുപോയി, PD ദാമോദരൻ. അദ്ദേഹമാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം വിളിച്ച് അവിടെ പോയി. അത് കഴിഞ്ഞ മൊയ്ലൂസ ഇവിടെ വന്നൊരു വിളിക്കും, ഇടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. പക്ഷെ പോയത് നന്നായി, ഏതായാലും ഉയർന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞത് അനുഗ്രഹിച്ചിട്ടാണ്. പിന്നെയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സന്തോഷമായിട്ട് പല കാര്യത്തിലും വിളിക്കും ഒക്കെ ചെയ്യും. അത് വല്ലാതെ ഷോക്കായിരിക്കും, മനസ്സിൽ നിന്ന് പോകാത്തവര്. കാരണം നമ്മളത് അവരോട് അന്വേഷിക്കാതെ അങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതി. അതിപ്പോഴും ഉണ്ട്, ഇളമാൻ കടവറയിലാണ്. അങ്ങനത്തെ ഒരു വേർഡ് ആദ്യമായിട്ട് കേൾക്കുന്ന ഞാനാണ്, ഇളമാൻ കടവറയിലാണ്. അപ്പം അവർ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളല്ലേ, അത് വല്ലാത്തൊരു. പത്രത്തിന്റെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് പത്രത്തിന്റെ ഒരു അഭിപ്രായമാണ്. ആ എഡിറ്റോറിയൽ എഴുതിയതിൽ ഇപ്പോൾ കുറ്റബോധമോ അല്ലെങ്കിൽ അങ്ങനെ കുറ്റബോധം ഉണ്ടായില്ല. കാരണം നിങ്ങളെല്ലാ സുഹൃത്തും ഷൺവാസ് അവിടെ വരും, അങ്ങനെ പല ആളുകൾ അവിടെ വരും, NP മൊയ്യും വരും. അപ്പോൾ ഇവരൊക്കെ ഒരു പ്രചോദനം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതാൻ വേണ്ടിയിട്ട്. ഒരു കുറ്റബോധം ഉണ്ടായില്ല അന്ന്. പക്ഷേ
നല്ലൊരു വിഭാഗം ആ ഭാഗത്തുണ്ട്. എൻ്റെ ഞാൻ പറയാം, നേരത്തെ ഫാദർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഭാഗം മറുഭാഗത്താണ്. പക്ഷെ നമ്മൾ ചെറുപ്പക്കാർ, ഞാൻ CH ഐരിയാസ്, സുജന ബാലി, അങ്ങനെ കുറേ ആളുകൾ അന്ന് ചെറുപ്പക്കാർ മാത്രമാണ് ഈ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ. ഒരു മുതിർന്ന നേതാവ് എന്ന് പറയാൻ അങ്ങനെ ആരും ഉണ്ടായില്ല. PP കുഞ്ഞിരാമക്കുറുപ്പ് വടകര എന്നുള്ള അദ്ദേഹം പിന്നെ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയി. കാര്യമായിട്ടുള്ള മുതിർന്ന നേതാക്കന്മാർ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് പക്വതല്ലായ്മ അവരോട് ചോദിക്കാതെ എഴുതിയെന്നാണ്. പക്ഷേ അതിലും കുറ്റബോധം ഉണ്ടായില്ല. എപ്പോഴും ഞാൻ ആ ഇതിൽ അഭിമാനം കൊള്ളും. ഇന്ദിരാഗാന്ധി പുറത്താക്കി ശരിയായില്ല എന്നുള്ളതാണ്. ഞാനൊരു ഇന്ദിരാഗാന്ധി ആ ഒരു അനുഭവം, കാരണം അവരുടെ പ്രവർത്തന ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം വളരെ ബോൾഡായിട്ടുള്ള ഒരു നടപടി എടുക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു അവസരം കിട്ടിയപ്പോൾ പിന്നെ അവിടുന്ന് തുടർന്നും എന്തായാലും ഈ ഒരു പുറത്തുപോകൽ ഒരു സായാഹ്ന പത്രത്തിൽ നിന്ന് ഒരു മോർണിംഗ് ഡെയിലിയിലേക്ക് ഒരു മാറ്റം, ആ ഒരു മാറ്റം എങ്ങനെയായിരുന്നു ആ ഒരു ആദ്യകാലത്ത് കേരളകൗമുദിയിലെ അനുഭവങ്ങൾ? കേരളകൗമുദിയിൽ പിന്നെ ആദ്യമായിട്ട് കേരളകൗമുദിയിൽ എന്നെ ഏൽപ്പിച്ചത് ഈ കുഞ്ഞാലി വധക്കേസ്, അത് ഇവിടെ ട്രയൽ നടക്കുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു. അത് വലിയ അനുഭവം. കുഞ്ഞാലി വധക്കേസ് എന്ന് പറയുന്നത് ആര്യാടൻ മുഹമ്മദ് പ്രതിയായിട്ടുള്ള കുഞ്ഞാലി വധക്കേസ്. പക്ഷെ അത് കുഞ്ഞാലി കുറ്റക്കാരനല്ല എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ആ കേസാണ് എന്നാണ്. അപ്പം അതിൻ്റെ പ്രഗത്ഭരായ വക്കീൽമാരാണ് മറ്റേ കുഞ്ഞിരാമ മേനൻ, കുഞ്ഞിരാമ പൊതുവാൾ, അത് ആ ഭാഗത്ത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത്, പ്രതിഭാഗത്ത് മറ്റേ തൃശ്ശൂരിലെ പ്രമുഖ അഭിഭാഷകനായ അയ്യപ്പൻ വക്കീൽ, പിന്നെ രത്നസിംഗ്, ഇവരൊക്കെ ആയിരുന്നു. അതിങ്ങനെ കുറേ ഒരു മാസങ്ങളോളം നീണ്ടു നിന്ന ഇതായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ആദ്യം ഒരു കോടതി വാർത്ത എങ്ങനെ എഴുതാൻ കഴിയും എന്നുള്ളത് എന്നെ പഠിപ്പിച്ചത് ഈ കുഞ്ഞാലി കേസാണ്. അത് ആദ്യം കുറേ അപാകതകൾ വരുമ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള വാര്യരും ശൂലവാണി വാര്യരും അവർ പറയും ഈ രീതിയിൽ എഴുതിയാൽ മതി, ഇതാണ് പിന്നെ എന്നാണ്. അങ്ങനെ വളരെ അത് മുഹമ്മലി എന്ന് പറഞ്ഞ ആളാണ് ജഡ്ജി. അപ്പോൾ ആദ്യം പത്രക്കാരോട് വളരെ ഇതാണ്, നമുക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തൊക്കെ തരും. അങ്ങനെ ഈ കേസിൻ്റെ അവസാനത്തെ ഇതൊക്കെ കഴിഞ്ഞു, വാദം കഴിഞ്ഞു. ഇപ്പം മറ്റേ പ്രോസിക്യൂഷൻ വാദം കഴിഞ്ഞു. പ്രതിഭാഗം വാദിക്കുന്നത് ഈ അയ്യപ്പ വക്കീലാണ്. അപ്പോൾ അദ്ദേഹം അവസാനത്ത് പറഞ്ഞു, ഈ കേസിലെ അപരാധി പുറത്തും പുറത്തും നിരപരാധി അകത്തും എന്നൊരു സാഹചര്യമാണ്. അപ്പം യഥാർത്ഥമായി ഈ കൊലക്ക് ഉത്തരവാദിയായ ആൾ അന്ന് ഈ കേസിൻ്റെ മറ്റേ അവസാനത്തെ വാദം കേൾക്കാൻ ഈ വിസ്നസ് ഗാലറിയിലുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് അതെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു എല്ലാവർക്കും. അങ്ങനെ ഒരു ഇത്. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അറിയാം ഇയാളാണ് ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരു ട്രാക്ടർ ഡ്രൈവറായിരുന്നു ശരിയായ കൊല്ല. അദ്ദേഹം പിന്നെ വേറെ ഇതിലും വെട്ടേറ്റ് മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു വാദമാണ്. അയ്യപ്പ വക്കീലെന്ന് പ്രഗത്ഭന വക്കീലാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആർക്കും അറിയില്ല എങ്ങനെ ഒരാൾ ഇങ്ങനെ പുറത്തുണ്ടെന്നും ഇങ്ങനെയുള്ളതെന്ന്. അപ്പം മറ്റേ നിരപരാധി അകത്തും മറ്റേ അപരാധി പുറത്തുനിന്നുള്ള നിലക്കുള്ള വാദം എല്ലാവർക്കും വല്ലാത്തൊരിതായി. ആ കേസ് വിടാനുള്ള കാരണവും അതൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. മറ്റ് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൗമുദിയിലെ മറ്റെന്തെങ്കിലും ശ്രദ്ധേയമായ? കൗമുദിയിലെ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളും ബയോഡാറ്റ, മലബാറിലെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും ബയോഡാറ്റ തയ്യാറാക്കാനുള്ള എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റേ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള അതിൽ എല്ലാ ആളുകളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെറിയ ബയോഡാറ്റ നേരത്തെ ഇലക്ഷൻ മറ്റേ വരുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി സമർപ്പിക്കും. അത് ഒരു വലിയ അനുഭവം തന്നെ. എല്ലാവരും നേരിട്ട് പോയി കാണുകയും അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും, അന്ന് പൊളിറ്റിക്സ് ഒന്നും ഉണ്ടെങ്കിലും പത്രപ്രവർത്തനം എന്ന നിലയിൽ കേരളകൗമുദിയിലെ മറ്റേ റിപ്പോർട്ടർ എന്ന നിലയിലും വേറെ ഒരു രാഷ്ട്രീയവും ഇല്ലല്ലോ. അപ്പോൾ എല്ലാ ആളുകളെയും പോയി കാണാനും കാസർഗോഡ് മുതൽ മലപ്പുറം വരെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ പോയി കണ്ട് അവരെ ബയോഡാറ്റ, അവരുടെ ഒരു പ്രത്യേക ഒരു ഫോമുണ്ട്. ആ ഫോമിൽ അവരെ ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് മുതലുള്ള അവരെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അത് തയ്യാറാക്കുന്നതിൽ വലിയൊരു ഇതാണ്. അത് വലിയ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ഇലക്ഷന് മുമ്പ് തന്നെ ഇങ്ങനെ ബയോഡാറ്റ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഏതാണ്ട് 75-76 കാലഘട്ടങ്ങളിൽ വീക്ഷണം പത്രം പിന്നെ പ്രസിദ്ധീകരണം ആരംഭിക്കുകയും കോഴിക്കോട് ബ്യൂറോ ചീഫായിട്ട് ജോലി ചെയ്യുകയും ചെയ്തു. ഈ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പൊതുവെ നമ്മൾ പത്രസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട ഒരു കാലഘട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. സെൻസറിങ് കടുത്ത പിന്നെ സെൻസറിങ്ങിന് വിധേയമായാണ് വാർത്തകൾ വരാറുള്ളത്.
ഇതൊരു കോൺഗ്രസിൻ്റെ പത്രം എന്നുള്ള രീതിയിൽ ഈ സെൻസറിങ് വിധേയമായിരുന്നു. അതിൻ്റെ കോഴിക്കോട്ടെ ബ്യൂറോ ചീഫ് എന്നുള്ള നിലയിൽ കോൺഗ്രസ് മുഖപത്രം എന്നുള്ള നിലയിൽ വീക്ഷണം ആ കാലത്ത് എങ്ങനെയാണ്? സെൻസറിങ്ങിന് വിധേയമായിരുന്നു? PRDക്കാരാണ് ഇത് നോക്കുന്നത്. സാധാരണ PRD ഡയറക്ടർമാരാണ് നോക്കുന്നത്. പക്ഷെ അതങ്ങനെ വീക്ഷണത്തിൻ്റെ പ്രത്യേക ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ദേശാമനി പോലുള്ള ആളുകൾ എഡിറ്റോറിയൽ നയം മാറ്റി. ഈ പന്നിക്കൃഷി, മറ്റേ കാർഷിക അങ്ങനെ അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലുകളായിരുന്നു, രാഷ്ട്രീയ എഡിറ്റോറിയലും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീക്ഷണത്തിൽ അങ്ങനെ വേറെ ഒരു സർക്കാരിനെതിരായിട്ടുള്ള ഒരു സാധനം വരില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. കാരണം സർക്കാരിൻ്റെ ഒരു മറ്റേ KPCCയുടെ ഒരു മുഖപത്രം എന്ന നിലയ്ക്ക് വേറെ രീതിയിലുള്ള ഒരു വാർത്ത വരാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് ഈ PRDയുടെ ഇടപെടലുകൾ മറ്റേ ഉണ്ടായിരുന്നു. പബ്ലിക് റിലേഷൻസിൻ്റെ കൊടുക്കുന്ന ഒരു നിയന്ത്രണമുണ്ട്, രേഖയുണ്ട്. അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയുള്ള യാതൊരു ഇതും വീക്ഷണത്തിൽ തൽക്കാലം ഉണ്ടായിട്ടില്ല. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഇപ്പം വീക്ഷണത്തിൻ്റെ ബ്യൂറോ ചീഫ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ അടിയന്തരാവസ്ഥ കാലത്ത് പത്രങ്ങൾ നേരിടേണ്ടി വന്ന ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഒരു നിയന്ത്രണം ആവശ്യമായിരുന്നു. പക്ഷെ അത് പത്രങ്ങളെ വായ മൂടിക്കെട്ടുന്ന തരത്തിലുള്ള നിയന്ത്രണം ആയാലും വലിയ ഇതുണ്ട്, വിഷമമുണ്ട്. കാരണം ഒരു പത്രപ്രവർത്തനം എപ്പോഴും സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്താനുള്ള ഇത് ഈ നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്കുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന പത്രങ്ങളെ അതിനൊരു കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു സർക്കാരും ഏതൊരു മറ്റേ ഇതിനുള്ള നയത്തിൽ അങ്ങനെ വരുന്ന സമയത്ത് അത് ശരിക്കും ഒരു നമ്മൾ ജനാധിപത്യ പ്രക്രിയകളിൽ ഒരു പ്രധാന ഭാഗമായ പത്രപ്രവർത്തനത്തെ ഒരു കടിഞ്ഞാണിടുക എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അങ്ങനെയുള്ള രീതിയിൽ വരുന്ന ഒരു പത്രപ്രവർത്തനം ആവില്ല. അത് അവർ നിയന്ത്രിക്കുന്ന വഴിയിലൂടെ പോകുന്ന അവർ ജനങ്ങളുടെ സ്പന്ദനം അറിയുന്ന ഒരു പത്രപ്രവർത്തനത്തിൻ്റെ അത് നമ്മൾ നേരെ വായനക്കാരെ ഇതിലേക്ക് എത്തിക്കുകയാണ്. അത് എത്തിക്കാതിരിക്കാനുള്ള ഒരു വഴി എന്ന നിലയിലാണ് ഈ നിയന്ത്രണം വന്നിരിക്കുന്നത്. കേരളകൗമുദിയിൽ നിന്ന് വീക്ഷണത്തിലേക്ക്. കേരളകൗമുദി ഒരു പൊതുപത്രമാണ്. വീക്ഷണം എന്ന് പറയുന്നത്